ഇസ്രായേൽ സിറിയയുടെ ഓരോ ഭാഗവും പിടിച്ചടക്കി മുന്നേറുകയാണ്. ഏറ്റവും ഒടുവിലായി സിറിയയെ തകർക്കുന്ന മറ്റൊരു വീഡിയോ കൂടി ഇസ്രായേൽ സൈന്യമായ IDF പുറത്തുവിട്ടിരിക്കുന്നു. സിറിയൻ മിസൈൽ നിർമ്മാണ കേന്ദ്രം ഇസ്രായേൽ കമാൻഡോകൾ തകർക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. 120 കമാൻഡോകളാണ് ഈ ദൗത്യത്തിൽ പങ്കെടുത്തത്. സെപ്റ്റംബർ 8-നുള്ള ആക്രമണ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. പശ്ചിമ സിറിയയിലെ മാസിയാഫ് മേഖലയ്ക്ക് സമീപമുള്ള മിസൈൽ നിർമ്മാണ കേന്ദ്രമാണ് തകർത്തത്. ലെബനനിലേക്കുള്ള മിസൈൽ വിതരണം ലക്ഷ്യമിട്ട് നിർമ്മിച്ച കേന്ദ്രമാണിത്. സിറിയൻ സേനയുടെ ശക്തമായ സാന്നിധ്യവുമുണ്ട്. 3 ഭാഗങ്ങളിലായി ഭൂമിക്കടിയിലാണ് ഈ കേന്ദ്രമുള്ളത്. കഴിഞ്ഞ വർഷം സിറിയയിൽ അർദ്ധരാത്രി നടത്തിയ അതിസാഹസികമായ രഹസ്യ ഓപ്പറേഷന്റെ വിവരങ്ങളാണ് ഇസ്രായേൽ സേന പുറത്തുവിട്ടത്. സിറിയയിലെ ഇറാൻ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഭൂഗർഭ മിസൈൽ നിർമ്മാണ കേന്ദ്രം 120 ഇസ്രായേലി കമാൻഡോകൾ തകർത്തതിന്റെ വിശദാംശങ്ങളും അവർ നൽകുന്നുണ്ട്. 2024 സെപ്റ്റംബർ 8-നായിരുന്നു ഓപ്പറേഷൻ മെനിവെയ്സ് എന്ന് പേരിട്ട ദൗത്യം. പടിഞ്ഞാറൻ സിറിയയിലെ മാസിയഫ് പ്രദേശത്തിന് സമീപമുള്ള ഡീപ് ലെയർ എന്നറിയപ്പെടുന്ന ഭൂഗർഭ മിസൈൽ കേന്ദ്രമാണ് തകർത്തത്. സിറിയൻ വ്യോമസേനയുടെ ശക്തി കേന്ദ്രമായി കരുതപ്പെടുന്ന മേഖലയിലാണ് ഇസ്രായേൽ വിജയകരമായി ദൗത്യം പൂർത്തിയാക്കിയത്. സിറിയയിലെ അസർ ഭരണകൂടത്തിനും ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കും മിസൈലുകൾ വിതരണം ചെയ്യാനുള്ള ഇറാന്റെ മിസൈൽ നിർമ്മാണ പദ്ധതിയാണ് ഈ കേന്ദ്രത്തിൽ നടപ്പാക്കിയിരുന്നതെന്ന് ഇസ്രായേൽ പറയുന്നു. ഒരു ഇസ്രായേൽ സൈനികന് പോലും പോറലേക്കാതെയായിരുന്നു ദൗത്യം പൂർത്തിയാക്കിയത്. 2017 അവസാനത്തോടെയാണ് ഇറാന്റെ ഡീപ് ലെയർ കേന്ദ്രം സിറിയയിൽ തുടങ്ങിയത്. ദക്ഷിണ സിറിയയിലെ സയന്റിഫിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെന്ററിലെ റോക്കറ്റ് നിർമ്മാണ കേന്ദ്രത്തിൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഈ കേന്ദ്രം ആരംഭിച്ചത്. ഭാവിയിൽ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ നിന്നും തങ്ങളുടെ മിസൈൽ ഉൽപ്പാദന കേന്ദ്രങ്ങളെ സംരക്ഷിക്കാൻ ഭൂഗർഭ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. ഒരു മല തുരന്ന് 70 മുതൽ 130 മീറ്റർ വരെ ആഴത്തിലാണ് കേന്ദ്രം നിർമ്മിച്ചത്. 2021 കേന്ദ്രം പൂർണ്ണ സജ്ജമായി. കുതിരലാടത്തിൻ്റെ ആകൃതിയിൽ 3 കവാടങ്ങളാണ് കേന്ദ്രത്തിനുണ്ടായിരുന്നത്. ഒന്ന് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുപോകാൻ, മറ്റൊന്ന് പൂർത്തിയായ മിസൈലുകൾ പുറത്തു കൊണ്ടുവരാൻ, മൂന്നാമത്തേത് ലോജിസ്റ്റിക്സിനും ഓഫീസിനുമായി. ആകെ 16 നിർമ്മാണ യൂണിറ്റുകൾ ഉണ്ടായിരുന്നു. വർഷം തോറും ഇവിടെ നിന്ന് 100 മുതൽ 300 വരെ മിസൈലുകൾ ഉൽപ്പാദിപ്പിച്ചിരുന്നതായാണ് IDF കണക്കുകൂട്ടുന്നത്. 300 കിലോമീറ്റർ അകലെ വരെയുള്ള ലക്ഷ്യങ്ങളെ ഭേദിക്കാൻ ശേഷിയുള്ളവയായിരുന്നു ഈ മിസൈലുകൾ. ഇസ്രായേൽ അതിർത്തിയുടെ വടക്ക് വെറും 200 കിലോമീറ്ററും സിറിയയുടെ പടിഞ്ഞാറൻ തീരമേഖലയിൽ നിന്നും 45 കിലോമീറ്ററും മാത്രം അകലെ വളരെ തന്ത്രപ്രധാന സ്ഥലത്തായിരുന്നു ഡീപ് ലെയർ കേന്ദ്രം. ഇസ്രായേലിൻ്റെ കണ്ണുവെട്ടിച്ച് സിറിയൻ അതിർത്തിയിൽ നിന്ന് നേരിട്ട് ഹിസ്ബുള്ളയ്ക്ക് മിസൈലുകൾ നൽകാൻ ഈ ഭൂഗർഭ കേന്ദ്രം സഹായകരമാകുമായിരുന്നു. വർഷങ്ങൾ നീണ്ട നിരീക്ഷണത്തിന് ശേഷമാണ് IDF ഈ കേന്ദ്രത്തെ ആക്രമിക്കാൻ തീരുമാനിച്ചത്. ഗസയിൽ ഹമാസുമായും ലെബനനിൽ ഹിസ്ബുള്ളയുമായും ഇറാൻ പിന്തുണയുള്ള മറ്റ് സംഘടനകളുമായും വിവിധ തലത്തിൽ യുദ്ധം തുടങ്ങിയതോടെയാണ് ആപത്ത് ഒഴിവാക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചതും ഇവിടെ ആക്രമിച്ചതും.